ഹായ്, ഞാൻ സൗമ്യ. ശ്രീനിവാസൻ സാറിൻ്റെ അടുത്ത് ഹീലിംഗ് എടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഏപ്രിൽ മെയ് ഗസ്റ്റ് ലെക്ചർമാർക്ക് ജോലിയില്ലാത്തൊരു സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നിട്ടുള്ള ആങ്സൈറ്റി പ്രശ്നങ്ങളൊക്കെ കാരണമാണ് ഞാൻ സാറിൻ്റെ അടുത്ത് എത്തുന്നത്. പിന്നെ വേറെ വ്യക്തിപരമായ ചില പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഹീലിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു സാധാരണ രീതിയിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു മാനസികമായൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് നമ്മളൊരു കൗൺസിലറെ കാണുക, കൗൺസിലിംഗ് എടുക്കുക, അവർ പറയുന്ന മെഡിസിൻസ് എടുക്കുക എന്നല്ലാതെ നമ്മുടെ മുമ്പിൽ വേറൊരു ഓപ്ഷൻ ഉണ്ടാവാറില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസിന് പലതും സൈഡ് എഫക്ട്സ് ഉണ്ട്. അപ്പോൾ അത് പല മെഡിസിൻസും നമ്മൾ ലൈഫ് ടൈം തുടരാനായിരിക്കും അവർ ആവശ്യപ്പെടുക. അപ്പോൾ അതിൻ്റെയൊക്കെ സൈഡ് എഫക്ട്സ് പിന്നാലെ വരുന്നതും കൂടെ നമ്മൾ സഫർ ചെയ്യേണ്ടതായിട്ട് വരും. പലർക്കും ഒരു ജീവിത അവസാനം വരെയും തുടരേണ്ട ഒരു പ്രോസസ്സായിട്ടൊക്കെ അത് മാറാറുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാനസികമായിട്ടുള്ളൊരു ആരോഗ്യം പോലെ തന്നെ ശാരീരികമായിട്ടുള്ളൊരു ആരോഗ്യവും വളരെ പ്രധാനമാണ്. അപ്പോൾ പരമാവധി മെഡിസിൻസ് ഒഴിവാക്കുക എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഒരു ഓൾട്ടർനേറ്റീവായിട്ട് എന്താ ഒരു മാർഗമുള്ളത് എന്ന് അന്വേഷിച്ചിട്ടാണ് ഞാൻ സാറിൻ്റെ അടുത്ത് എത്തുന്നത്. അപ്പോൾ ഹീലിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ കുറിച്ചിട്ട് ആലോചിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നമുക്കൊരു തലവേദനയോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് നമ്മൾ നമ്മുടെ അമ്മയുടെ മടിയിൽ തലയും വെച്ച് കിടക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ അടുത്ത് കുറച്ച് നേരം ഇരിക്കുക എന്നുണ്ടെങ്കിൽ ഒരു മെഡിസിനും കഴിക്കാതെ തന്നെ നമ്മളുടെ ആ ഒരു തലവേദന എന്ന് പറയുന്നൊരു ബുദ്ധിമുട്ടിന് കുറവുണ്ടാവുന്നതായിട്ടോ ചിലപ്പോൾ മാറുന്നതായിട്ടോ ഒക്കെ നമുക്ക് അനുഭവം ഉള്ളതായിരിക്കും. അതായത് നമ്മളുടെ അമ്മയുടെ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ ഒരു എനർജി ലെവലിൽ നമ്മളിൽ സ്വാധീനം ചെലുത്തുന്നത് കൊണ്ടാണ് ആ ഒരു മാറ്റം ഉണ്ടാവുന്നത്. അപ്പോൾ അതുപോലെ ഇവിടെ സാറും നമ്മളുടെ ഒരു എനർജി ലെവലിനെ, അതായത് ആങ്സൈറ്റി, ഡിപ്രഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിലായിരിക്കുന്ന സമയത്ത്, മനസ്സലങ്കോലപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ എനർജി ലെവൽ ഭയങ്കര താഴെയായിരിക്കും. അപ്പോൾ ആ എനർജി ലെവലിനെ ഉയർത്തിക്കൊണ്ട് വരിക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് ഹീലിങ്ങിലൂടെ അദ്ദേഹം നടത്തുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളുടെ എനർജി ലെവലിലൊരു മാറ്റം വരുത്തുമ്പോൾ സ്വാഭാവികമായും നമ്മളുടെ ആങ്സൈറ്റിയിൽ അല്ലെങ്കിൽ ആങ്സൈറ്റി, ഡിപ്രഷൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലെല്ലാം വലിയ വ്യത്യാസങ്ങൾ വരുന്നതായിട്ടും അതിൽ നിന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പുറത്ത് കടക്കാൻ പറ്റുന്നതായിട്ടും നമുക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ ഫസ്റ്റ് ഹീലിംഗ് നടത്തി ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് തന്നെ ഫീൽ ചെയ്യും. ചിലർക്കത്, എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്നാണ് എൻ്റെ എനർജി ലെവലിലുണ്ടായ വ്യത്യാസം മൂലം ആ മാറ്റം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു കാരണവശാലും നമ്മൾ ആ ഫസ്റ്റ് ഹീലിംഗ് കൊണ്ട് നിർത്താതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഹീലിംഗ് കണ്ടിന്യൂസ് ആയിട്ട് 10 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം എടുക്കുമ്പോൾ നമ്മൾ പൂർണ്ണമായും മറ്റൊരു എനർജി ലെവലിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് എത്താൻ പറ്റുന്ന ഒരു ഹയസ്റ്റ് എനർജി ലെവലിലോട്ട് നമ്മൾ പോലും അറിയാതെ നമ്മളെ അദ്ദേഹം എത്തിക്കുന്നുണ്ട്. പിന്നെ ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ഓരോ മണിക്കൂർ കണക്കിന് പൈസ എണ്ണി വാങ്ങിച്ചിട്ട് ആ മണിക്കൂറിൻ്റെ പൈസ എണ്ണി വാങ്ങിച്ചതിന് അനുസൃതമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മാത്രമാണ് അവർ നമുക്ക് എപ്പോഴും ഓഫർ ചെയ്യുക. പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ട്രീറ്റ്മെൻറ്റിന് പൈസ വാങ്ങിക്കുന്നില്ല എന്നല്ല, പക്ഷേ അതൊരു ലൈഫ് ടൈം പ്രോസസ്സായിട്ടും അല്ലെങ്കിൽ നമ്മളുടെ ഒരു വെൽ ബീയിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിരിക്കണം എന്ന് ആഗ്രഹിക്കുകയും എപ്പോൾ വേണമെങ്കിലും നമുക്കൊരു സപ്പോർട്ട് ഉണ്ടാവും എന്ന് വാഗ്ദാനം ചെയ്യുകയും പിന്നെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതിലൂടെയാണെങ്കിലും നമ്മളുടെ ഒരു നല്ല രീതിയിലുള്ള ഒരു വളർച്ച ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളായിട്ട് നമുക്ക് അദ്ദേഹത്തിനെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതൊരിക്കലും എന്താ പറയുക, ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ട് നടത്തുന്ന എന്തെങ്കിലും ഒരു കള്ളക്കളിയാണെന്നോ അല്ലെങ്കിൽ പറ്റിക്കലാണെന്നോ ഒക്കെ തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. പക്ഷേ അതങ്ങനെയല്ല, മറിച്ച് ട്രസ്റ്റ് ചെയ്യുക, വിശ്വസിക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ നിലകൊള്ളുമ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അത് നമ്മൾ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതിന് ഞാൻ അനുഭവം കൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾക്കും ആ അനുഭവം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഹീലിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ വിശ്വസിക്കുക. ആ വിശ്വാസം കൊണ്ട് നിങ്ങൾക്ക് ഒരു 10 ദിവസം കൊണ്ട് തന്നെ ആ വലിയ മാറ്റം നിങ്ങൾക്ക് സ്വയം അനുഭവിക്കാനായിട്ട് കഴിയും. നിങ്ങളുടെ പ്രശ്നത്തിന് ഒരു മരുന്നും എടുക്കാതെ തന്നെ, അല്ലെങ്കിൽ നമ്മളുടെ പ്രശ്നങ്ങൾ മുഴുവനും പോയിട്ട് അവരോട് പറഞ്ഞ് അല്ലെങ്കിൽ നമ്മളുടെ ബുദ്ധിമുട്ടുകൾ മുഴുവൻ ഷെയർ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവർ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള കുറച്ച് നിർദ്ദേശങ്ങൾ, നമ്മൾ തന്നെ ചെയ്യേണ്ട കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ തന്നിട്ട് അങ്ങനെയുള്ളൊരു മാറ്റമല്ല ഈ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ നടക്കുന്നത്. മറിച്ച് നമ്മൾ പോലും അറിയാതെ നമ്മളൊരു ഹയർ എനർജി ലെവലിലോട്ട് അദ്ദേഹം കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. ആ എനർജി ലെവല് ഫസ്റ്റ് ഹീലിംഗ് കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
ചിലർക്ക് ദിവസങ്ങൾ കൊണ്ടായിരിക്കും, ചിലപ്പോൾ മണിക്കൂറുകൾ കൊണ്ട് തന്നെ അത് മനസ്സിലാക്കാൻ പറ്റിയെന്നിരിക്കും. എന്താണെങ്കിലും ആ പ്രോസസ്സിനെ വിശ്വസിക്കുക, അതിൻ്റെ ഭാഗമായിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇത് സഹായിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ ഒരു ഉറപ്പ് നിങ്ങൾക്കും ലഭിക്കട്ടെ. എനിക്ക് കിട്ടിയൊരു സമാധാനവും സന്തോഷവും ഒക്കെ നിങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ ഒരു ജീവിതാവസാനം വരെയും ഒരു മെഡിറ്റേഷൻ പ്രോഗ്രാമിലൂടെയൊക്കെ നമ്മളെ ചേർത്ത് നിർത്താനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമാകുന്നതോടുകൂടി ജീവിതാവസാനം വരെയും ഒരു പക്ഷേ നമ്മളുടെ ഒരു നല്ല മാനസികാവസ്ഥ ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ് ഈ ഒരു ടീമിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിൻ്റെ അല്ലെങ്കിൽ അത് ശ്രീനിവാസ് എന്ന് പറയുന്ന ഒരു നമ്മളുടെ ഒരു ഗൈഡിൻ്റെ ഒരു വാല്യൂ ആയിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ. നിങ്ങളുടെ മാനസികാവസ്ഥ ഇപ്പോൾ എന്തായിരുന്നാലും ശരി, നിങ്ങൾ 100% വിശ്വാസത്തോടു കൂടി ഇതിലേക്ക് വരിക. തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് ഗുണമുണ്ടാവും.